അപ്പോ ഈ ഒരു ഭൂമിയുടെ പ്രതിനിധിയായിട്ടുള്ള, പ്രകൃതിയുടെ പ്രതിനിധിയായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിന്റെ മുന്നോട്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കണമോ, എന്തെല്ലാം അവിടെ വിളവുകൾ ഉണ്ടാക്കണമോ, എന്തെല്ലാം മാർഗഗതിയിലുള്ള മാറ്റങ്ങൾ വരണമോ പറഞ്ഞു. നദി ജലസ്രോതസ്സായിട്ടോ പർവ്വതമായിട്ടോ, പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിധിശേഖരങ്ങളാണ് നമ്മുടെ പർവ്വതങ്ങൾ. ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണോ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനെ എല്ലാം നേടിയെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ആണ് നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസത്തിലെ ഈ പർവ്വതപുത്രി പാർവതിയുടെ, ശൈലജയുടെ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ നിഷ്കളങ്കയായിട്ടുള്ള പെൺകുട്ടിയുടെ അത് മാത്രല്ല, ഈ ശൈലജയാണ് പിന്നീട് മഹേശ്വരനെ വിവാഹം കഴിച്ച്, തപസ് ചെയ്ത് മഹേശ്വരനെ വിവാഹം കഴിച്ചിട്ട്, വിവാഹം കഴിക്കലൊന്നും സിമ്പിൾ അല്ല, എത്രയോ കാലം തപസ് ചെയ്തതിന് ശേഷം മഹാദേവൻ പ്രത്യക്ഷനായിട്ട് അതിനിടയിൽ കാമദഹനം എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പ്രതിസന്ധികളെ മുഴുവനും തരണം ചെയ്തിട്ട്, പ്രതിസന്ധികളിലൊന്നും പിന്നോട്ട് പോവാതെ ഇത് മുഴുവൻ തരണം ചെയ്തതിന് ശേഷം പരമശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ശരി നമുക്ക് വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞിട്ട് കൂടെ പോവല്ല ചെയ്തത്. അതാണ് അവിടത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൾച്ചേർഡ് ആയിട്ടുള്ള ഭാഗമാണ്, അല്ലെ? അപ്പോ സപ്തർഷികളെ അപ്പം പാർവതി പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ വരില്ല, എന്റെ അച്ഛനമ്മമാരുടെ സമ്മതത്തോട് കൂടിയിട്ട്, അവരുടെ അനുവാദത്തോടു കൂടി കന്യാദാനം നടത്തിയാൽ മാത്രമേ ഞാൻ അങ്ങയുടെ പത്നിയാവുന്നുള്ളൂ. അതുകൊണ്ട് യോഗ്യരായവരെ എന്റെ പിതാവിന്റെ അടുത്തേക്ക് അയച്ചിട്ട് പിതാവിനോട് അഭ്യർത്ഥിക്കൂ കന്യാദാനത്തിനായിക്കൊണ്ട്. ഇങ്ങനെയാണ് വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതാണ് നമ്മുടെ സമൂഹത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ബേസിക് ആയിട്ട് വരുന്ന സംഭവമാണ്. ഇവിടെ നമുക്ക് വലിയൊരു ഗ്ലോബൽ മെസ്സേജ് ആയിട്ട് കിട്ടുന്നത്. പല സംസ്കാരത്തിനെയും നമ്മൾ ഉൾക്കൊള്ളുമ്പോഴും പലതിനെയും എതിർക്കുമ്പോഴും ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് കിട്ടുന്ന വലിയ പാഠങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെ? അതെ. ആദ്യത്തേതില് അതായത് ദക്ഷ പ്രജാപതിയുടെ മകളായിട്ട് ജനിച്ചിട്ടും മഹേശ്വരനെ തന്നെയാണ് വിവാഹം ചെയ്തത്. പക്ഷെ അവിടെ കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അധിക കാലം ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. വീണ്ടും ജനിക്കുകയും ആദ്യത്തെ അനുഭവത്തിന്റെ, നമ്മൾ കർമ്മ എന്ന് പറയുന്ന കർമ്മ സിദ്ധാന്തത്തിന്റെ പ്രവർത്തനം കൂടിയാണ് ഇവിടെ. അപ്പൊ വീണ്ടും ജനിക്കുകയും ആദ്യത്തെ സ്മരണ ഉണ്ടായിട്ടായാലും ഇല്ലെങ്കിലും വളരെയധികമായിട്ടുള്ള തടസ്സങ്ങളെ നേരിട്ടിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പ്രയത്നിച്ചിട്ട് ലക്ഷ്യം തന്റെ കണ്ണിന്റെ മുന്നിലെത്തി കൈനീട്ടുന്ന അകലത്തിൽ വന്നപ്പോഴും ഓടിച്ചെന്നിട്ട് അതങ്ങ് എടുക്കാമെന്നല്ല വിചാരിക്കുന്നത്. എന്താണോ ന്യായമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യം, അതിൽ കൂടി മാത്രമേ എനിക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതുള്ളൂ. കാരണം ദൃഢമായിട്ടുള്ള ഭക്തിയും വിശ്വാസവും ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് യോഗ്യരായവരെ പിതാവിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് എങ്ങനെയാണോ സാമൂഹിക മര്യാദ ആ രീതിയിൽ തന്നെ വിവാഹം ചെയ്യണം അങ്ങേ എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം ചെയ്യുന്നത്. ആദ്യത്തെ ദക്ഷ പ്രജാപതിയുടെ മകളായപ്പോ സതി അനുഷ്ഠിക്കേണ്ടി വന്ന ആ പെൺകുട്ടിയാണ് ആ കന്യക, അല്ലെങ്കിൽ ആ സ്ത്രീ രത്നമാണ്. രണ്ടാമത്തതില് വളരെ ധാർമ്മികതയോടുകൂടി ഇതേ സംഗതി തന്നെ നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിന്റെ മാതാവായി തീർന്നത്. അത്രയും വലിയ ഒരു ഉയരത്തിലേക്കാണ് ഈ നടന്നു കയറിയത്. നമ്മൾ പറയും ഇന്നത്തെ സമൂഹത്തിന് ഇതൊന്നും ആവശ്യമില്ല, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുന്നത്, ഇതെന്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുമ്പോഴും ആ സ്വാതന്ത്ര്യം ഉറപ്പായിട്ടും സ്വാതന്ത്ര്യമാണ്, സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. ഇവിടെയും അതേ പാർവതി സ്വയം തെരഞ്ഞെടുത്തത് തന്നെയാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിനും ചില സാമൂഹിക മര്യാദകളുണ്ട് എന്നുള്ളതാണ്. ആ സാമൂഹിക മര്യാദകളോട് കൂടി നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ തന്നെ നമുക്ക് എത്താം, അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള സ്ഥാനം ലഭിക്കും എന്നുള്ളതിന്റെ ആ ഒരു സന്ദേശം കൂടിയാണ് പാർവതിയിൽ കൂടി നമുക്ക് കിട്ടുന്നത്. അപ്പൊ പാർവതി രൂപത്തിലാണ് ഒന്നാമത്തെ നവരാത്രിയുടെ ആദ്യത്തെ ദിവസത്തെ ആരാധനാ സമ്പ്രദായം വേണ്ടത്. എല്ലാ വിഘ്നങ്ങളെയും ഇപ്പം എളുപ്പത്തിൽ ഒരു കാര്യം സിദ്ധിക്കും എന്നല്ല അതിന്റെ സന്ദേശം. എത്ര വിഘ്നങ്ങൾ ഉണ്ടായാലും ആ വിഘ്നങ്ങളെ എല്ലാം മറികടക്കാൻ സാധിക്കുകയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും അത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് പാർവതി. ഇനി രണ്ടാമത്തെ ദിവസം പ്രഥമൻ ശൈലപുത്രിയെ കുറിച്ചിട്ടാണ് നമ്മൾ വിവരിച്ചത്. അത് കഴിഞ്ഞിട്ട് ദ്വിതീയം ബ്രഹ്മചാരി. ഇവിടെയും ഈ പരാശക്തി പാർവതിയായിട്ട് ജനിച്ചു, അതിനുശേഷം തപസ് ചെയ്യാൻ പോവുകയാണ്.
തപസ് ചെയ്യാൻ പോകും. അച്ഛനും അമ്മയൊക്കെ ഇവളെ എതിർക്കുന്നുണ്ട് തപസ് ചെയ്യാൻ പോകുന്നതിന്. എന്താണ് കാരണം എന്നൊക്കെ അറിയാൻ, നിനക്ക് കാട്ടിൽ തന്നെ പോകണോ, മലയിൽ തന്നെ പോകണമോ, കൊട്ടാരത്തിലിരുന്ന് തപസ് ചെയ്യാലോ, കാരണം നീ വളരെ ദുർബലയാണ് എന്നൊക്കെ പറയുമ്പോഴും അല്ല, ഞാൻ ഒട്ടും ദുർബലയല്ല, എന്റെ ഉള്ളിൽ ഈ ഇച്ഛാശക്തി അസലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് പോവുകയാണ് തപസ്സനുഷ്ഠിക്കാൻ. ആ ബ്രഹ്മചാരിണിയായിട്ടുള്ള ആ കന്യകയുടെ രൂപത്തെയാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം ആരാധിക്കുന്നത്. അപ്പോ ബ്രഹ്മചാരിണിക്ക് ഇതിൽ ഓരോ ഭാവത്തിനും ചില ഭാവങ്ങൾക്ക് 2 കൈകളോട് കൂടിയതായിരിക്കാം, ചിലത് 4 കൈകളോട് കൂടിയതായിരിക്കാം, ചിലത് 10 കൈകളോട് കൂടിയതായിരിക്കാം. ഈ ദേവിയുടെ ഓരോന്നിനും പ്രത്യേകം രൂപവും ഭാവവും ആയുധങ്ങളും എല്ലാം ഉണ്ട്. അതാത് ഭാവത്തിന് ചേരുന്നവയായിരിക്കും അതാത് കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ബ്രഹ്മചാരിണിയെയാണ് ആരാധിക്കുന്നത്. തപസ്സനുഷ്ഠിക്കുന്ന പാർവതി, പരാശക്തിയുടെ തപസ്സനുഷ്ഠിക്കുന്ന രൂപത്തെയാണ് ആരാധിക്കുന്നത്. അപ്പോ തപസ് എന്ന് പറയുന്നത് ശ്രദ്ധയാണ്, ജ്ഞാനമാണ്, ജ്ഞാനത്തിലേക്ക് ചെന്നെത്തുവാനായിട്ടുള്ളതാണ്. ശ്രദ്ധ ജ്ഞാനത്തിലേക്കാണ് എത്തുന്നത്. ജ്ഞാനമാണ്, അല്ലെങ്കിൽ കാലത്തെ പ്രതിനിധീകരിക്കുന്നതാണ് മഹാദേവൻ. അപ്പോ ഈ കാലത്തിനും അതീതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുവാൻ ജ്ഞാനത്തിൽ കൂടി മാത്രമേ, ജ്ഞാനത്തിൽ കൂടി മോക്ഷത്തിലേക്ക് എത്തി അതുവഴിയാണ് നമ്മൾ കാലാതീതമായി മാറുന്നത്. അപ്പോ അങ്ങോട്ടേക്കുള്ള ഒരു ഗതിക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു കാര്യം, നമുക്ക് ജീവിതത്തില് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും ഈ മോക്ഷത്തെ മുന്നിൽ നിർത്തി പ്രയത്നിക്കുന്നവരല്ല. അതിനല്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ. അതൊക്കെ പിന്നീട് ജീവിതം, അതെ, ജീവിതഗതി മാറുന്നതിനനുസരിച്ചിട്ട് പിന്നീട് വരുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 10-50 വയസ്സ് വരെയെങ്കിലും ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ലക്ഷ്യങ്ങളും നേടുവാനാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന രൂപമാണ് ബ്രഹ്മചാരിണിയുടേത്. ഒരു കയ്യില് അക്ഷമാലയാണ്, മറ്റേ കയ്യില് കമണ്ഡലുമാണ്. ഇങ്ങനെ പിടിച്ചിട്ട് വളരെ സാത്വികമായിട്ടുള്ള ഭാവം, വളരെ ശാന്തമായിട്ടുള്ള ദേവീഭാവമാണ്. ഈ ശാന്തമായിട്ടുള്ള ഭാവമായതുകൊണ്ട് എല്ലാവർക്കും കുറെ കൂടി ചടുലമായിട്ടുള്ള ഭാവങ്ങളെയൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഈ ശാന്തതയിൽ കൂടി തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ബ്രഹ്മചാരിണി രൂപം നമുക്ക് കാണിച്ചു തരുന്നത്. ആ തപസ്സനുഷ്ഠിക്കുന്ന പാർവതിയുടെ ബ്രഹ്മചാരിയായിട്ടുള്ള പരാശക്തിയുടെ രൂപമാണ് രണ്ടാമത്തെ ദിവസത്തെ ആരാധനാ സമ്പ്രദായം. പിന്നെ മൂന്നാമത്തെ ദിവസം ശൈലപുത്രി കഴിഞ്ഞു ബ്രഹ്മചാരി, തൃതീയം ചന്ദ്രഘണ്ഠ എന്ന പേരുള്ള പാർവതി ദേവിയുടെ രൂപത്തെയാണ്, അല്ലെങ്കിൽ ചന്ദ്രഘണ്ഠ പരാശക്തിയുടെ രൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നെറ്റിയില് ഘണ്ഠ എന്ന് പറഞ്ഞാൽ മണിയാണ്. അപ്പൊ മണിയുടെ ഏതാണ്ട് മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കല പതിച്ചിട്ടുണ്ട്, ചന്ദ്രക്കല ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഘണ്ഠാമണി ചന്ദ്രൻ. അപ്പൊ അങ്ങനെയാണ് ചന്ദ്രഘണ്ഠ എന്ന പേര് വരുന്നത്. സിംഹാരൂഢയാണ്, ധാരാളം ആയുധങ്ങൾ കയ്യിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഈ ചന്ദ്രഘണ്ഠയെയാണ് മൂന്നാമത്തെ ദിവസം ആരാധിക്കുന്നത്. പറഞ്ഞു, ധാരാളം ആയുധങ്ങളോടുകൂടി ഇരിക്കുന്ന ദേവി ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും ചടുലമായിട്ടുള്ള വേഗതയിലും വളരെ വളരെ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും നമ്മുടെ എല്ലാ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതെയാക്കിയിട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബ്രഹ്മചാരിണിയിൽ വളരെ ശാന്തമായിട്ടുള്ള ഭാവത്തെയാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, കുറെ കൂടി ഊർജ്ജസ്വലമായിട്ടുള്ള ഭാവത്തെയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.